السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. ما بعد، فأعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ ഈ സ്ഥാപനത്തിൻ്റെ സാരഥി സൈനി ഉസ്താദ്, ഇവിടുത്തെ മറ്റു ഉസ്താദുമാർ, മറ്റു കമ്മിറ്റി, ഭരണ കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സുഹൃത്തുക്കൾ, മുതഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ ത്വാഅത്തിൽ ദീർഘകാലം ജീവിച്ചു അവസാനം ഈമാനോട് കൂടെ മരിച്ചു അവൻ്റെ സ്വർഗ്ഗഭവനത്തിൽ അല്ലാഹു എല്ലാവരെയും, നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, വേണ്ടപ്പെട്ടവർ ഒന്നിച്ച് അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിട്ടെ. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും, സംസാരിക്കുന്ന ഓരോ വാക്കുകളും നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങൾ മുഴുവനും ആഖിറത്തിൽ കണ്ണുകുളിർക്കെ ഉപകരിക്കുന്ന അമലുകളെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തരട്ടെ. ഇവിടെ വളരെ സുപ്രധാനമായ മജ്ലിസുൽ ബദ്രിയ്യയിൽ അതാണ് നടന്നത്. അതിൽ പൂർണ്ണമായിട്ടും സംബന്ധിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഞാൻ നേരത്തെ തന്നെ തുടക്കം മുതൽ കൂടണമെന്ന് ആശിച്ചു വന്നിട്ടുണ്ട്. വളരെ സന്തോഷവും മനസ്സിന് വളരെ കുളിറുമുണ്ടായി. അല്ലാഹു എല്ലാ സമയത്തും ഇത് അന്ത്യനാൾ വരെ ഇത് അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇവിടെ വന്നപ്പോൾ ഏറ്റവും മനസ്സിനെ ആകർഷിച്ചത് നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന നമ്മുടെ ഓമന മുതഅല്ലിമീങ്ങളാണ്. വളരെ അച്ചടക്കവും അദബുള്ള, എണ്ണത്തിൽ വിശേഷമൊന്നില്ലെങ്കിലും അവർ അച്ചടക്കം അദബും കൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഈ കാലഘട്ടത്തിൽ വളരെയധികം മുതഅല്ലിമീങ്ങളെ വളരെ ചിട്ടയോടെ അദബോടുകൂടെ അവരെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയാസം അത് മുദരിസ് ആയവർക്കേ അറിയുകയുള്ളൂ. നമ്മുടെ കുട്ടികളുടെ ഇരുത്തവും അനക്കവും അതിഥികൾക്ക് വേണ്ടി അവർ ചെയ്ത ഖിദ്മത്തും വല്ലാണ്ട് മനസ്സിനെ ആകർഷിക്കുകയാണ്. ദീർഘകാലം ദർസ് നടത്തി പരിചയമുള്ള സൈനി ഉസ്താദ് പ്രിൻസിപ്പളായിട്ട് നടക്കുന്ന ഈ സ്ഥാപനം, അദ്ദേഹത്തിന്റെ മേൽനോട്ടം അതുണ്ടായാലും പോരാ, സദാസമയവും കുട്ടികളെ തർബിയത്ത് ചെയ്യുന്ന സഹ ഉസ്താദുമാർ അവരുടെ തീവ്രമായ ആത്മാർത്ഥമായ പരിശ്രമമാണ് ഇതിൽ പിന്നിലെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുതഅല്ലിം ഒരു നാട്ടിൽ ഉണ്ടാകുന്നത് അത് വലിയ ബർക്കത്ത്. ഈ നാട്ടിന് ഒരുപാട് സവിശേഷതകളുണ്ട്.
പള്ളിയുടെ പരിസരത്ത് ഒരു വലിയ മഹാൻ മറപ്പെട്ടു കിടക്കുന്നു. ആ മഹാന്റെ ചാരത്താണ് അല്ലാഹുവിന്റെ പരിശുദ്ധമാകപ്പെട്ട ദീനിന്റെ അറിവുകൾ, വിജ്ഞാനങ്ങൾ. അത് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന മഹത്തായ ദർസ് ഇവിടെ നിലനിൽക്കുന്നത്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരു ഖബർസ്ഥാനിലൂടെ, പള്ളിയുടെ ചുറ്റുഭാഗത്തൊക്കെ ഖബർസ്ഥാൻ ഉണ്ടാവില്ലേ, പള്ളിയുടെ പരിസരത്തായാലും എവിടെയായാലും ആ ഖബർസ്ഥാനിലൂടെ ഒരു മുതഅല്ലിം ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്തിങ്ങനെ ചുറ്റിയിട്ട് ഒരു ചുറ്റിങ്ങിട്ട് വന്നാൽ 40 ദിവസത്തെ ദോഷങ്ങൾ ആ ഖബറാളികൾക്ക് പൊറുക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ഹദീസിൽ കാണാൻ കഴിയും. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഒരു ഖബർസ്ഥാനിലൂടെ ഒരു മുതഅല്ലിം ഒരു ചുറ്റിങ്ങനെ കറങ്ങിട്ട് ഒരു പ്രാവശ്യം വന്നാൽ 40 ദിവസത്തെ ദോഷങ്ങൾ ഖബറാളികൾക്ക് പൊറുക്കപ്പെടും. എന്നാൽ സ്ഥിരമായി അല്ലാഹുവിന്റെ പരിശുദ്ധമാകപ്പെട്ട ദീനെ, ദുനിയാവിലെ എല്ലാ സുഖങ്ങളും മറ്റെല്ലാമെല്ലാം കളിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ പള്ളിയിൽ ഇരുന്ന് പഠിക്കുന്ന മുതഅല്ലിങ്ങൾ സ്ഥിരമായിരിക്കുമ്പോൾ ആ നാട്ടിലേക്ക് ഉണ്ടാകുന്ന ബറക്കത്ത് എന്തുമാത്രമായിരിക്കുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാത്രമല്ല മഞ്ച എന്ന ഈ പ്രദേശം, ഇവിടെ മറപ്പെട്ടു കിടക്കുന്ന മഹാൻ, ഞാൻ വിചാരിക്കുന്നു ഇതാരാൾ തമ്പുരാനെ ഈ മഞ്ച എന്ന ഈ സ്ഥലത്തിലേക്ക് പേരിട്ടത്. പൂർവികന്മാരാകുന്ന ആലിഫീങ്ങളും ഔലിയാക്കളും മഹത്തുക്കളും കൂടി വെച്ച പേരായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഞ്ച എന്ന് പറഞ്ഞാൽ കിടാക്കൾ സർഫാക്കി പഠിക്കുന്നു നജായഞ്ചു വല്ലർഫു മിൻഹു മഞ്ച. നമ്മളെ കുട്ടികൾക്ക് അറിയാം, വിജയ സ്ഥലം എന്നാണ് അറബി ഭാഷയിലുള്ള പേര്. ആ പേര് ഇന്ത്യയുടെ ഭാരതത്തിന്റെ ഒരു മുക്കുമൂലയിൽ കുഗ്രാമത്തിലെ മഞ്ച എന്ന വിജയസ്ഥലമെന്ന് അറബിയിൽ പറയുന്ന ഒരു പേര് ഈ നാട്ടിലേക്ക് നൽകിയത് ആരോ പൂർവികന്മാരാകുന്ന മഹത്തുക്കൾ, സ്വാലിഹീങ്ങൾ, പണ്ഡിതന്മാർ, അരിഫികളുടെ പേരായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയ മഹാൻ കിടക്കുന്നു. ആ മഹാന്മാർ മറപ്പെട്ടു കിടക്കുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ മനസ്സിലാക്കി ഇത് നാട്ടിലേക്ക് ഒരു രക്ഷയാണ്. വലിയ ഒരു മഹാൻ മറപ്പെട്ടു കിടക്കുമ്പോൾ ഈ നാട്ടിലേക്ക് വലിയ സംരക്ഷണമാണ്, എല്ലാവിധ മോചനവും ആ നാട്ടുകാർക്ക് ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് മഞ്ച എന്ന് പൂർവികന്മാർ പേര് വെച്ചതായിരിക്കുമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അല്ലാഹു അങ്ങനെ അനുമാനിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ എല്ലാത്തിനും പുറമെ ഈ സ്ഥാപനത്തിന്റെ സാരഥി നേതൃത്വം ഇന്ന് നമ്മുടെ സൈരി ഉസ്താദിന്റെ കയ്യിലാണ്. ഞാൻ ഇവിടെ ഇരുത്തി കുറെ പറയേണ്ടതില്ല. കർണാടക കണ്ട ഏറ്റവും വലിയ പ്രാസംഗികൻ, വിവിധ ഭാഷകളിൽ മലയാളത്തിലും കന്നഡത്തിലും ഒരേപോലെ സംസാരിക്കാൻ നമ്മുടെ ഉസ്താദ് സൈരി ഉസ്താദ്. വലിയ സംഘാടകൻ, ശിവമൊഗ്ഗയിലും മംഗലാപുരത്തും ഇങ്ങനെ പരിസര പ്രദേശങ്ങളിൽ കുമ്പറ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയും ദീനീ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ട് സുപരിചിതനും എല്ലാവിധ അനുഭവവും എക്സ്പീരിയൻസും ഉള്ള നല്ലവരെ നമ്മുടെ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഈ സ്ഥാപനം വളരണം. എനിക്ക് പിതാക്കളെ കണ്ടിട്ട്, കുട്ടികളെ കണ്ടിട്ട് കുറച്ചുകൂടി കുട്ടികൾ ഇവിടെ കൂട്ടി വലിയ വിദ്യാഭ്യാസ ഇൽമിന്റെ കേന്ദ്രമായി ഇത് മാറണമെന്ന് അങ്ങേറ്റം ആശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ നേരത്തെ നടത്തിയ മജ്ലിസുൽ ബദ്രിയ, അത് എത്ര പറഞ്ഞാലും തീരാത്തത്ര സവിശേഷതകളുണ്ട്.
ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് വന്നതിന്റെ ശേഷമാണ് ഇതിവിടെ തുടങ്ങിയത് തോന്നുന്നുണ്ടല്ലേ? 3 മാസമേ ആയിട്ടുള്ളൂ. അല്ലാഹു നിർത്തി തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അതെന്നെ പറഞ്ഞാൽ ധാരാളം നമ്മൾക്ക് വിഷയം പറയാനുണ്ട്. നിങ്ങളെല്ലാം നാട്ടുകാർ വന്നിട്ട് കൂടണം. ബദർ മൗലീദ് ഉണ്ടല്ലേ, ഞങ്ങളെ മൗലീദ് കിതാബിൽ ബദർ മൗലീദ്. ആ ബദർ മൗലീദ് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്ന ചരിത്ര പശ്ചാത്തലം, അതിന്റെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ പലതും പറയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂട്ടത്തിൽ പറയപ്പെടുന്നത് വസൂരി പോലെ നമ്മുടെ കൊറോണ വന്നതുപോലെ മാരകമായ രോഗം വന്ന് പിടിപ്പെട്ടു. നാട്ടുകാർക്ക് എല്ലാവർക്കും രോഗം പിടിപ്പെട്ടു. ഒരു നിലക്കും മാറാത്ത ഒരു സാഹചര്യം വരുമ്പോൾ മഹാനായ വളപ്പള്ളി അബ്ദുൽ അസീസ് മുസ്ലിയാർ പൊന്നാനി ഓരതിരിച്ചു എന്ന് ഒരു കാണാൻ. മറ്റൊരു കാരണം അത് പറയുന്നതായിട്ട് നമുക്ക് കാണാം. എന്താ മറ്റൊരു കാര്യം അറിയോ നിങ്ങൾക്ക്? പൈശാചിക ഇടങ്ങേറുകൾ. നാട്ടിന്റെ മുക്കുമൂലകളിൽ എല്ലാ പ്രദേശത്തും പിശാചിന്റെ ഇടങ്ങേറ്, ശല്യം അത് വ്യാപകമായി വീടുകളിലൊക്കെയും ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് ഘട്ടം വന്നപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ബദർ മൗലീദ് നിർമ്മിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. അതിനും പുറമെ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയെ അടിമകളാക്കി വെച്ചു. വളരെ ക്രൂരമായ ഭരണം ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു ആയുധമായിട്ട് മഹാനവറുകൾ ബദർ മൗലൂദ് നിർമ്മിച്ചു എന്ന് നമുക്ക് പറഞ്ഞായിട്ട് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ഈ എല്ലാ ആവശ്യങ്ങളും എല്ലാ പ്രയാസങ്ങളും ഇന്നും ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പൈശാചിക ഇടങ്ങേറുകൾ, ഏതെല്ലാം വീടുകളിൽ എന്തെല്ലാം പിശാചിന്റെ ഇടങ്ങേറുകൾ, മാനസിക പ്രശ്നങ്ങൾ, ശൈത്താന്റെ ബുദ്ധിമുട്ടുകൾ എല്ലവും ബദർ മൗലീദിൽ ബദരിയത്ത് കൊണ്ട്, മജ്ലിസുൽ ബദരിയൻ കൊണ്ട്, അതിവരെ പാരായണം ചെയ്തത് കൊണ്ട് നീങ്ങിപ്പോകാൻ വളരെ പിന്നെ അനുയോജ്യമായിരിക്കുന്ന ഉപയുക്തമായിരിക്കുന്ന ഒരു ഏർപ്പാടാണ് മജ്ലിസുൽ ബദരിയൻ. മാത്രമല്ല കാലഘട്ടം ഞങ്ങൾക്കറിയാം. ഭരണാധികാരികളുടെ അത് വളരെയധികം കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് എത്രമാത്രമാണെന്ന് ആരോടും പ്രത്യേകം അറിയിക്കേണ്ടതില്ല. അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നിട്ട് നമ്മൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ധാരാളം അനുഭവിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഭരണാധിപന്മാരിൽ നിന്ന് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും ഞങ്ങളുടെ നാട്ടിലെ മദ്രസുൽ ബദരിയീൻ എന്നും നിലനിൽക്കേണ്ടതുണ്ട്, അനിവാര്യമാണ്. ഇത് തന്നെയാണ് ഞങ്ങൾക്കുള്ള ആയുധമെന്ന് സാന്ദർഭികമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ രോഗങ്ങൾ, കൊറോണ പോലെയുള്ളത് എത്രയോ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് സ്വസ്ഥമായി സമാധാനത്തിലിരിക്കാൻ കഴിയില്ല. ലോകത്ത് എന്തെല്ലാം തമ്മാടിത്തരങ്ങൾ അത് അരങ്ങു തകർന്നുകൊണ്ടിരിക്കുമ്പോൾ സാഹചര്യത്തിൽ ഇനിയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നിട്ട് അത്തരം പരീക്ഷണങ്ങൾ വന്നുകൂടുന്നില്ല. ആ സമയത്തൊക്കെയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ബദരീകളെ വിളിച്ചു. ഇവിടെ നടത്തുന്ന മജ്ലിസുൽ ബദരിയനിക്ക് വേറെയും ഒരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ നേരത്തെ തന്നെ ഉസ്താദിനോട് ചോദിച്ചറിഞ്ഞു. ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്കിത്? അത് അറിഞ്ഞു നോക്കുമ്പോ വലിയ ഒരു മഹാൻ തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ, കേരളം കണ്ട 2 വലിയ മഹാന്മാരാകുന്ന ബാപ്പു മുസ്ലിയാർ എന്ന 2 പേരിൽ മഹാന്മാരുടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, വലിയ വലിയ. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ ഒരു ചെറിയ സാമ്പിൾ പറഞ്ഞാൽ, പുത്തൂർ ബദർ പള്ളിയിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാനായ സയ്യിദറുകളുടെ ഉറൂസിന് വേണ്ടി പുത്തൂരിലേക്ക് പണ്ട് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ വന്നിരുന്നു. അങ്ങനെ വന്ന് ഒരു വലിയ ആചാരുടെ പുരയിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിന്റെ കൂടെ ക്ലാരി മഹ്മൂദ് മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഓരോ ഹാദിമാറ്റി എപ്പോഴും കൂടെ വരുന്ന ഒരു പണ്ഡിതനും ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പുരയിലേക്ക് പോയി നോക്കുമ്പോ വിവിധങ്ങളാകുന്ന വിഭവങ്ങൾ ഭയങ്കരമായി
വിരുന്ന് സൽക്കാരമാണ്. പലതരത്തിലുള്ള ഫുഡ് മേശപ്പുറത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഖാരി മഹ്മൂദ് മുസ്ലിയാർ ഓർ മനസ്സിലിങ്ങനെ വിചാരിച്ചു, പഠിച്ചോനെ ഇത്രയെല്ലാം ഞങ്ങൾ ഉസ്താദ് തിന്നു, ഇതിലേതെങ്കിലും തിന്നു പറ്റുന്നുണ്ട്, എന്തെങ്കിലും കുറച്ച് കൈക്കൊള്ളൂ ആ ഉസ്താദ്. അങ്ങനെ ആകുമ്പോഴേക്ക് ഞമ്മക്ക് ഇത്രയെല്ലാം കൊണ്ടിട്ട് വെക്കേണ്ടത് ഇസ്രാഫല്ലേ എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചു ഖാരി മഹ്മൂദ് മുസ്ലിയാർ. അപ്പോൾ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ, നാവിലൊന്നും പറഞ്ഞിട്ടില്ല. ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദോട് പറഞ്ഞു, മഹ്മൂദ് മുസ്ലിയാറെ, ഇക്റാമുൽ ഇസ്റാ, ഇക്റാമുൽ ഇസ്റാ, ഇത് അതിഥികളെ ആദരിക്കലാണ്. അത് എത്രയും ആകാം, എത്രയും ബഹുമാനിക്കാം. അത് ബഹുമാനമാണ്, ഇത് ബഹുമാനിക്കലാണ്. ഇതൊന്നും ഇസ്റാഫല്ല. മനസ്സിന്റെ ഉള്ളിൽ വിചാരിച്ചത് അപ്രകാരം നോക്കി പറയാൻ മാത്രം മിടുക്കരായിരുന്നു ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. അങ്ങനെ പിന്നെ ഒരു ബാപ്പു മുസ്ലിയാറാണ് ബഹുമാനപ്പെട്ട സൈനിയുടെ ഉസ്താദിന്റെ ഉസ്താദ്. കേരളം കണ്ട സുബ്ഹാനല്ലാഹ്, അറബികളെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള ഭയങ്കരമാകുന്ന സാഹിത്യങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതകൾ, നിമിഷ കവി അപ്പൊ ഉണ്ടാക്കുന്ന ആ കവിതകൾ അറബികൾ പോലും അത്ഭുതപ്പെട്ടു. അങ്ങനെയുള്ള വലിയ പാണ്ഡിത്യം, വലിയ തവാദുവിന്റെ ആണ്, വലിയ താഴ്മയുടെ ഇൽമു കൂടുന്നതനുസരിച്ചിട്ട് അവർക്ക് താഴ്മയുണ്ട്. അങ്ങനെ വലിയ മഹാൻ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ദുആക്ക് നേതൃത്വയോ ഒന്നും ചെയ്യില്ല. അതേ സമയത്ത് അറിവിന്റെ നിറകുടമാണ്, അറിവിന്റെ നിറമാണ് ബഹുമാനപ്പെട്ടവർ. അവരുടെ ഇജാസത്തോടുകൂടെ, ഇജാസത്ത് എന്നത് ചെറിയ വിഷയമല്ല, അവരുടെ ഇജാസത്തോടുകൂടെ ബഹുമാനപ്പെട്ട സയ്യിദി ഉസ്താദ് ഈ മജ്ലിസുൽ ബദരിയെ നടത്തുകയാണെന്ന് നേരത്തെ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കി തന്നു. ഇജാസത്ത് എന്താണ് സാധാരണ അറിയാം, വലിയ പവറുണ്ട്. സാധാരണ ഞങ്ങൾ ചൊല്ലുന്ന ബദരിയത്ത് പോലെയല്ല. ബദർ മൗലിദ് ആർക്കും ചെല്ലാം, ബദർ മൗലിദ് ഞങ്ങൾക്കും ചെല്ലാം, ചെല്ലെങ്കിൽ വ്യക്തി ഗുണമുണ്ട്. പക്ഷേ അതിനെ ഒരു ഇജാസത്തോടുകൂടെ ചെയ്യുമ്പോൾ അതിന് 10 മടങ്ങ്, അതിന് 10 ഇരട്ടി ഫവായിദുകളും ഫായിദുകളും ഗുണങ്ങളും അതുകൊണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം സുഹൃത്തുക്കളെ. ബഹുമാനപ്പെട്ട ഈ സംഭവം ഹദീസുകളിലൊക്കെ നമുക്ക് തെളിയിക്കാൻ കഴിയും, നമുക്ക് അതിന്റെ ഹദീസുകളിൽ കാണാൻ കഴിയും. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മഹാന്മാരാകുന്ന മുഹാജിരീങ്ങളാകുന്ന ഫുഖറാഉൽ മുഹാജിരീൻ, പണ്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് റസൂലുള്ളാഹിന്റെ കൂടെ ഹിജ്റ വന്ന മഹാന്മാരാകുന്ന മുഹാജിരീങ്ങൾ, അവരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ, അതായത് അവരെ കൂട്ടത്തിൽ ഫഖീറന്മാർ, ദരിദ്രന്മാർ, പാവപ്പെട്ട സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ദഹബ അഹ്ലുദ് ദുസൂർ ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. അല്ലാഹുവിന്റെ റസൂലേ, സമ്പന്നന്മാര്, മുതലാളിമാര്, പണക്കാര്, എല്ലാ കൂലിയും അവർ കൊണ്ടുപോയി നബിയെ. എല്ലാ വിധത്തിലുള്ള സുഖങ്ങൾ, പാരത്രിക സുഖങ്ങൾ, പരലോകത്തോടെ കിട്ടുന്ന ലഭിക്കുന്ന സുഖങ്ങൾ എല്ലാം മുതലാളിമാര് കൊണ്ടുപോയി. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും ആ ഉന്നതമായ പദവി നമുക്ക് ലഭിക്കാൻ ഒരു നിലയ്ക്കൊന്നും സാധിക്കുന്നില്ല നബിയേ. പണക്കാർ അതെന്താ? സ്വഹാബത്ത് പറഞ്ഞു, യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂം. നബിയേ, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നു, അവർ നിസ്കരിക്കുന്നു ഞങ്ങൾ നിസ്കരിച്ചതുപോലെ തന്നെ, അവർ നോമ്പ് നോക്കുന്നു ഞങ്ങൾ നോമ്പ് നോക്കിയതുപോലെ. അതേ സമയത്ത് അവർ സ്വന്തം പണം ചെലവഴിച്ചിട്ട് അവർക്ക് പൈസ ഉണ്ട്, പണമുണ്ട്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ യുദ്ധം ചെയ്യുന്നു. ജിഹാദ് എന്ന പദം തൽക്കാലം പ്രയോഗിക്കാതെ വിചാരിക്കുന്നു. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പണം ചെലവാക്കിയിട്ട്, സമ്പത്ത് ചെലവാക്കിയിട്ട് അവർ പോരാടുന്നു നബിയേ. ഞങ്ങളിൽ പണമില്ല, ഞങ്ങൾക്ക് വലിയ കൂലി, ആ പോരാട്ടത്തിന് നമ്മൾക്കൊന്നും കഴിയില്ല. അവർ മറ്റു സദഖകൾ ചെയ്യുന്നു, അതിന് ഞങ്ങൾക്ക് ഒരു മാർഗവുമില്ലല്ലോ നബിയേ, നമ്മളിലൊന്നുമില്ലല്ലോ. മഹാനായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ബേജാറാകണ്ട, വിഷമിക്കണ്ട, ബുദ്ധിമുട്ടണ്ട, നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ, നല്ലൊരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
അത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് അവർക്ക് ലഭിച്ചതുപോലെയുള്ള പരലോകത്തുള്ള ഉന്നതമായ പദവികൾ സ്ഥാനങ്ങൾ നിങ്ങൾക്കും ലഭിക്കാം. എന്താണ് റസൂലുള്ള പറഞ്ഞു കൊടുത്തു? തുസബ്ബിഹൂന സലാസൻ വസലാസീൻ തുഹമ്മിദൂന സലാസൻ വസലാസീൻ തുകബ്ബിറൂന സലാസൻ വസലാസീൻ ദുബറ കുല്ലി സ്വലവാത്തിൽ ഖംസ്. 5 നേരത്തെ നിസ്കാരത്തിന്റെ ശേഷം സുബ്ഹാനല്ലാഹ് നിങ്ങൾ പറയുക, അൽഹംദുലില്ലാഹ് പറയുക, അല്ലാഹു അക്ബർ പറയുക. 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ചൊല്ലിക്കോ. അവർക്ക് കിട്ടിയതുപോലെ ഉന്നതമായ പദവികൾ, അവർക്ക് കിട്ടിയതുപോലെ നല്ല സ്ഥിരമായ നിങ്ങൾക്കും പാരത്രികർക്കൊക്കെ കിട്ടും. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ നിങ്ങൾ പറഞ്ഞോളി. അങ്ങനെ സഹാബത്ത് പോയിട്ടാകുമ്പോ ഇവർ ചെല്ലാൻ തുടങ്ങിയപ്പോൾ പിന്നീട് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് മുതലാളിമാരാകുന്ന സ്വഹാബികളും കേട്ടു. ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 30-31 ഞങ്ങളും ചെല്ലാൻ പണക്കാരാകുന്ന സ്വഹാബികളും ചൊല്ലി. അവർ ചെല്ലിട്ടാകുമ്പോൾ ഈ സാധുക്കളാകുന്ന ഫുഖറാഉൽ മുഹാജിരീൻ അവർക്ക് പ്രയാസമായി. അവർ വീണ്ടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് നബിയെ മെല്ലെ റസൂലുള്ളാഹിക്ക് വന്നു. തങ്ങൾ ചോദിച്ചു, എന്താ വന്നത്? എന്തില്ല ഇങ്ങനെ വരുന്നേ, പിന്നെ എന്താ വിശേഷമൊന്നുമില്ല. അത് അവരും ചെല്ലാൻ തുടങ്ങിയാരേ. തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചത് വിശേഷമാക്കപ്പെട്ട ദിക്റുണ്ടല്ലോ, അത് അവരും ചെല്ലാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ദാലിക ഫദ്ലുൻ മിനല്ലാഹി യൂതീഹി മൻ യശാ. അവർ ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ലേ, അതിന് വലിയ സൗഖ്യത്തിന്റെ വൈശിഷ്ട്യമുണ്ട്, അതിന് വലിയ അത്ഭുതമുണ്ട്, അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഇജാസത്ത് തന്നതാണ്. അത് വലിയ വിശേഷമാണ്. അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. യൂതീഹി മൻ യശാ. ഞമ്മക്കെല്ലാം കിട്ടിയ മജ്ലിസുൽ ബദരിന്റെ ഇജാസത്ത് ഒക്കെ ഞമ്മക്കൊന്നും എല്ലാവർക്കും കിട്ടിയ ഇല്ല. നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നത് അത് അല്ലാഹുവിന്റെ ഫദ്ലാണ്, വലിയ വിശേഷമാണ്. അത് അല്ലാഹു ഓർ ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോലും അതിനെപ്പറ്റിയുള്ള പരാമർശം സൂചനയുണ്ടെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ എന്നൊരു കാര്യം കൂടി പറയാം. ഞാൻ നീട്ടി സംസാരിക്കുകയല്ല, വിഷയം പറയാനുണ്ടാവും. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, ഇജാസത്തിന്റെ ഗുണം, അതിന്റെ മഹത്വം, ഒരുപാട് വിശേഷതകൾ അതിലുണ്ട്. ഞാൻ പറഞ്ഞത് ആ ഇജാസത്തോട് കൂടെയാണ് ഉസ്താദ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങളെ 10 വട്ടം ചൊല്ലിയാൽ കിട്ടാത്തത്ര മഹത്വവും ഫലവും ഒറ്റവരി വരിവരി ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ചൊല്ലിയാലുണ്ടാകും. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും കൂറത്തത്തിന്റെ അടുത്തേക്ക് പോയോ, ഓർത്ത് ബോറെ പൊന്നോമന പുത്രൻ ഇപ്പൊ ഇവിടെ വരും. നമ്മുടെ സംയുക്ത ജമാഅത്തിന്റെ പിന്നെ ഓഫീസ് ഉദ്ഘാടനത്തിനായിട്ട് വരും. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഞാൻ എങ്ങോട്ട് പോവുകയില്ല. കൂറത്തങ്ങൾക്ക് നമ്മളെ പലപ്പോഴും എല്ലാവരും പല ആവശ്യങ്ങൾക്കുമായിട്ട് നമ്മളൊക്കെ പോയവർക്കൊക്കെ കൊടുക്കുന്ന ഒറ്റമൂലി ബഹുമാനപ്പെട്ട കൂറത്ത തങ്ങൾ കൊടുക്കുന്നത് എന്താ? ആരും ബദരിങ്ങളെ 41 യാസീനോദിക്കുക. മോക്ക് പുതിയാപ്പളയായിട്ടില്ല, ബദരിങ്ങൾക്ക് നീ 41 യാസീനോദിക്കോ. കച്ചവട ഫൈലാണ്, വിജയം കാണുന്നില്ല, ബദരിങ്ങൾക്ക് നീ 41 യാസീനോദിക്കോ. മാരകമായ അസുഖമാണ്, രോഗമാണ്, ബദരിങ്ങൾക്ക് 41 യാസീനോദിക്കോ. മകള് ഗർഭിണിയാണ്, പ്രസവം അടുത്തു വന്നിരിക്കുന്നു, 41 യാസീനോദിക്കോ. ഏതേത് വിഷയം പറഞ്ഞാലും മഹാനവറുകൾ ബദരിങ്ങൾക്ക് 41. പലരും വിചാരിച്ചിട്ടുണ്ടാവും, എന്നിട്ടാണ് അവിടെ പോന്നേ അള്ളി വേറെ ചെല്ലലില്ല. 41 യാസീനായിരിക്കും ബദരിങ്ങൾക്ക് ഓതിക്കോ. ഞങ്ങൾക്ക് ഇരുന്നിട്ട് പൊല്ലോതനാണല്ലേ. അങ്ങനെ വിചാരിച്ചാൽ പൊല്ലേ കുത്തുന്നിട്ട് 41 ഓതിയോർ ഉണ്ടാകാം, കിട്ടിക്കൊള്ളണമെന്നില്ല. ബദരിയത്തിന്റെ മഹത്വം മറ്റേ ബദരിങ്ങൾക്ക് മഹത്വമില്ലാത്തത് കൊണ്ടല്ല, യാസീന്റെ മഹത്വമുള്ളത് കൊണ്ടല്ല. യാസീന്റെ മഹത്വങ്ങൾ മാത്രം പറഞ്ഞാൽ ഒരു ദിവസം വേറെ പറയേണ്ടി വരും. അതിനായിട്ട് അതെല്ലാം യാസീൻ ഇല്ലാത്തത് കൊണ്ടല്ല, മറ്റേതൊരു ലക്ഷക്കണക്കിന് ആളുകൾ മഹാനായിരിക്കുന്ന വഫാത്തായപ്പോൾ
പണ്ഡിതന്മാരല്ല സാധാരണക്കാരാകുന്ന ഒരുപാട് ഗുണങ്ങൾ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്തിൽ നിന്ന് അനുഭവിച്ചവർ പൊട്ടിക്കരഞ്ഞു. ജനാസ കൊണ്ടുവരുമ്പോൾ ആ മയ്യത്തിന്റെ മുകളിലേക്ക് പൊതിപ്പിച്ചതായിരിക്കുന്ന തുണി അതിനെ പിടിച്ച് വലിക്കുകയായിരുന്നു. ഏത് വലിക്കണമെന്ന ഉദ്ദേശത്തല്ല, ഒന്ന് തൊട്ടുമുത്താനായിരുന്നു. ആ വിധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ എന്തിനാണ് അങ്ങനെ സംഭവിച്ചത്? ബദരീങ്ങളുടെ പേരിൽ 41 യാസീൻ. നിങ്ങൾക്കറിയാം വിവിധങ്ങളാകുന്ന വേറെ മരുന്നുകളില്ല. എന്താണ് അതിന്റെ സിറ്? ഞാനും നീയും തങ്ങളടുത്ത് പോയിട്ട് അവിടുന്ന് പറയാതെ, അവിടുത്തെ ഇതിന് ലഭിക്കാതെ, ഇജാസത്ത് ലഭിക്കാതെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങളും അപ്പനും അങ്ങനെ തന്നെ കിട്ടിക്കൊള്ളുന്നില്ല. കാരണം എന്താണ് നിങ്ങൾക്കറിയോ? അത് പരമ്പരാഗതമായി ഓർക്ക് ലഭിച്ച ഇജാസത്താണ്. അവർക്ക് ലഭിച്ചതായിരിക്കുന്ന ഇതിനാണ്, പൊരുത്തമാണ്, ഇജാസത്തിന്റെ പരമാണ്. അതിനും പുറമെ ആ ഇജാസത്ത് കൊണ്ട് ലക്ഷക്കണക്കിന് ലോഡ് കണക്കിന് യാസീൻ മഹാനായ ഖുറത്ത് തങ്ങൾ മുഖേന മഹാന്മാരാകുന്ന ബദരീകളിലേക്ക് എത്തിച്ചു കൊടുത്തു. കണ്ട ഒരു 40 അങ്ങനത്തെ ആയിരക്കണക്കിന് 40 എല്ലാം ബദരീങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട ഖുറത്ത് മുഖേന, അതാണ് ഞാൻ ലോഡ് കണക്കിന് യാസീൻ ബദരീങ്ങൾക്ക് എത്തിച്ചു. അങ്ങനെ ബദരീകളുമായ അഭേദ്യമായിരിക്കുന്ന ബന്ധം മഹാനായ ഖുറത്ത് തങ്ങൾക്കുണ്ടായപ്പോൾ എന്ത് പറഞ്ഞാലും, ഏത് പ്രയാസം പറഞ്ഞാലും 41 യാസീൻ ബദരീങ്ങൾക്ക് നീ ഓദിക്കോ എന്ന് ഖുറത്ത് തങ്ങളുടെ ഇതിനോടുകൂടെ, ഖുറത്ത് തങ്ങളുടെ സമ്മതത്തോടുകൂടെ, ഖുറത്ത് തങ്ങളുടെ ഇജാസത്തോടുകൂടെ അത് നീ ചെല്ലുമ്പോൾ അത് സാധിച്ചു കിട്ടുന്നു. ഇതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെ ഒരുപാട് സംഗതികൾ ഈ ഇജാസത്തിന്റെ പിന്നിലുണ്ട്. ആ ഇജാസത്തോടുകൂടെ ബഹുമാനപ്പെട്ട ഉസ്താദ് മജ്‌ലിസുൽ ബദരിയെ ഇവിടെ നടത്തി വരുന്നു. അതൊരു വെറും ഒരു പാട്ടല്ല, വെറും ഒരു കേൾക്കാനുള്ള ബൈറ്റല്ല, വെറും കേൾക്കാനുള്ള രസമുള്ള ഗാനം മാത്രമല്ല, അത് വലിയ വിശേഷപ്പെട്ട സംഗതിയാണ്. അവരുടെ മഹത്വങ്ങൾ, അവരുടെ പൊരുത്തങ്ങൾ, അവരുടെ ബർക്കത്തുകൾ, അവരുടെ മദദ്, അവരുടെ സഹായങ്ങൾ നാട്ടിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ വീട്ടിൽ നിന്നിട്ടും പൈശാചിക ഇടങ്ങേറുകൾ, പിശാചിന്റെ ശർറുകൾ പമ്പ കടക്കും, എല്ലാം പറന്നു പോകുന്നു. ഏതെങ്കിലും വീട്ടുകാരൊക്കെ പിശാചിന്റെ ഇടങ്ങേറുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഈ മജ്‌ലിസിൽ വന്നിട്ട് ആ ഇജാസത്തോട് കൂടി ചെല്ലുന്ന മജ്‌ലിസുൽ ബദരിയിൽ കൂട്ടുക, ഇവിടെ കൊണ്ടുവരിക, ഹാദിറാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബദരീകളുടെ കറാമത്ത് കൊണ്ട് ശരിയാക്കി തരും. ഇതാണ് ഈ ശരീഅത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. നീട്ടിയൊന്നും ഞാൻ സംസാരിക്കുകയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെയധികം പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. ഖിയാമത്ത് അടുത്ത വന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോ ഇസ്രാഫീൽ ഊതുമോ, ആയോ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കാനായോ എന്നിങ്ങനെ സമയം എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യഭിചാരം അങ്ങേറ്റം, പിന്നെ അങ്ങേറ്റം വർദ്ധിച്ച ഒരു കാലഘട്ടം, കള്ളുകൂടി അങ്ങേറ്റം വർദ്ധിച്ച കാലഘട്ടം. അങ്ങനെ എല്ലാ വിധത്തിലിരിക്കുന്ന പ്രയാസങ്ങളും ദോഷങ്ങളും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് ഞങ്ങളും ഞാനും നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ ഒരു ആയത്ത് ഞാൻ നേരത്തെ ഓതി വെച്ചത്, അത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ട് വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഓ സജ്ജനങ്ങളെ, ഓ വിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ നല്ലോണം പേടിക്കണം, അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം, അല്ലാഹുവിലേക്ക് തഖ്വ ചെയ്തിട്ട് വേണം എന്നല്ലാതെ തഖ്വ ചെയ്യലോടൊപ്പം തന്നെ വകൂനൂ മഅസ്സാദിഖീൻ, മഹാന്മാരാകുന്ന ബദരീകൾ, ആരിഫീകൾ, ഔലിയാക്കൾ, പള്ളിയുടെ ചുരി സ്ഥാപനത്തിന്റെ പരിസരത്ത് വരപ്പെട്ട് കിടക്കുന്ന മഹാൻ ഓരോടൊപ്പം നിങ്ങൾ കൂടണം. എന്താണ് ഓരോടൊപ്പം കൂടുക? മഹാന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ആ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ആരിഫീങ്ങൾ, സ്വഹാബത്ത്, സ്വാദിഖീങ്ങൾ, അവരൊക്കെയും ജീവിച്ചതുപോലെ അല്ലാഹുവിന്റെ ദീനിൽ നിങ്ങൾ മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിക്കുക. അങ്ങനെ അവരോടൊപ്പം നിങ്ങൾ ആയിത്തീരുക.
പിന്നെയും മഹാന്മാർ പറയുന്നത് കാണാം, അവരുമായി നല്ല ബന്ധത്തിലാവുക, അവരുമായി സ്നേഹിക്കുക, അവരുമായി നല്ല ബന്ധമുണ്ടാക്കുക, അവരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ട് ബദരീങ്ങളെ പേരൊക്കെ പറഞ്ഞ് അവരുമായി നിരന്തരമായ ഒരു കണക്ഷൻ അത് നിങ്ങൾ ഉണ്ടാക്കുക എന്നും മഹാൻ പറഞ്ഞതായിട്ട് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകുനൂ മഅസ്സാദിഖീൻ. അപ്പോൾ ഞാൻ ഇതിനെ സംസാരിക്കുകയല്ല, അങ്ങോട്ടല്ല പോയെങ്കിൽ പിന്നെ എനിക്ക് ഒരു ബദ്രി മറ്റേ മജ്ലിസുൽ ബദ്രിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഹദറത്തുൽ ബദ്രിയായി ചൊല്ലി, അതിന്റെ കൂടെ ഒരു ഇസ്തിഗ്ഫാർ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പക്കാരെ മക്കളെ, ആ ഇസ്തിഗ്ഫാർ ഉണ്ടല്ലേ എന്നും ചെറുതായിട്ട് കാണുന്ന വിഷയമല്ല. ആർക്കാണ് അല്ലാഹു തൗഫീഖ് ചെയ്ത അല്ലാഹുവിന്റെ മുവഫ്ഫിഖീങ്ങൾക്ക് മാത്രമേ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഞാൻ പറയാൻ സമയമില്ല, വീട്ടിൽ സംസാരിക്കുകയല്ല, ഇപ്പൊ തങ്ങൾ വരാനായി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഇബ്ലീസുമായിട്ട് കണ്ടുമുട്ടി. ലാനത്താക്കപ്പെട്ട ഇബ്ലീസുമായിട്ട് കണ്ടുമുട്ടി. അപ്പൊ ഇബ്ലീസിനോട് ചോദിച്ചു, യഹ്യാ നബി, നിനക്ക് പണിയൊക്കെ ജനങ്ങളെ വഴിവേപ്പിക്കുന്നതും അവർ വഴിതെറ്റിക്കുന്നതല്ലേ നിന്റെ പണി, എന്നാൽ എങ്ങനെ നീ പറഞ്ഞ പോലെ ജനങ്ങൾ കേൾക്കുന്നുണ്ടോ? നീ വിചാരിച്ച പോലെ പെട്ടെന്ന് ജനങ്ങൾ കിട്ടുന്നുണ്ടോ? അപ്പൊ ഇബ്ലീസിന്റെ മറുപടി, അല്ല യഹ്യാ നബിയെ, ജനങ്ങൾ 3 വിഭാഗങ്ങൾ ശ്രദ്ധിക്കണം, ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം, എല്ലാ മുഅ്മിനീങ്ങളും ശ്രദ്ധിക്കണം. ഇബ്ലീസ് പറയുന്നു, അതാ ജനങ്ങൾ 3 വിധത്തിലുണ്ട്. ഒന്നാമതായിട്ട് എന്തോ അറിയോ, അവർ ആര്? നിങ്ങളെപ്പോലത്തെ നബിമാരാണ്. ഒന്നാമതായി നിങ്ങളെപ്പോലത്തെ അമ്പിയാക്കള്. ഓരോരുത്തർ കൂടി ചെന്ന് ഗുണമില്ല, ഓരോ പയ്യന്ന് പോയിട്ടൊന്നും പ്രയോജനമില്ല, ഓരോ എന്താക്കുക. അമ്പിയാക്കന്മാരെ കൊണ്ട് ഒരു ദോഷം ചെയ്യില്ല. അതുകൊണ്ട് ഒരു വിഭാഗം ആളുകള് നിങ്ങളെപ്പോലത്തെ ആളുകളാണ്. പിന്നൊരു വിഭാഗം ആളുകളുണ്ട്, അവർ എന്താ അറിയോ, രണ്ടാമതൊരു വിഭാഗമുണ്ട് യഹ്യാ നബിയെ, അവരെ കിടാക്കളെ കയ്യിലുള്ള ചെണ്ട് പോലെയാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കിടാക്കളെ കയ്യിലുള്ള ബോള്, ഫുട്ബോളില്ലേ, കിടാക്കളെ കാലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് തട്ടുന്നില്ലേ, ഇഷ്ടം പോലെ എങ്ങോട്ട് തട്ടണമെന്ന് വിചാരിക്കുന്നു അങ്ങോട്ട് തട്ടാൻ കഴിയുന്നു. ഇങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്. അതുപോലെയാണ് ഒരു വിഭാഗം ആളുകൾ എന്റെ കയ്യിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ, ആ ഒരു വിഭാഗത്തിലേക്ക് ഞാൻ വേണ്ടതുപോലെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും, അവരെ കൊണ്ട് കള്ളു കുടിപ്പിക്കും, അവരെ കൊണ്ട് കഞ്ചാവ് ജ്വലിപ്പിക്കും, അവരെ കൊണ്ട് വ്യഭിചരിപ്പിക്കും, അവരെ കൊണ്ട് നിസ്കരിക്കാൻ ഞാൻ തടയും, എല്ലാം തമ്മാടിത്തരങ്ങളും ചെയ്യാൻ. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ യുവസമൂഹം, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കുട്ടികൾ അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളെ കയ്യിലുള്ള പന്ത് പോലെ, ചെണ്ട് പോലെ ഞാൻ അവരെ കുട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട യഹ്യാ നബിയുടെ രണ്ടാമത്തെ മൂന്നാമതൊരു വിഭാഗം ആളുകളുണ്ട്. അതാരെന്നറിയോ? അവർ പറയുന്നു, ഞാൻ അവരെ കൊണ്ട്, ഇബ്ലീസ് പറയുന്നു, മൂന്നാമത്തെ ഒരു വിഭാഗം ശ്രദ്ധിക്കണം, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരു വിഭാഗം ആരറിയോ? ഞാൻ അവരെ കൊണ്ട് ദോഷം ചെയ്യിപ്പിക്കും, അവരെ കൊണ്ട് കുറ്റങ്ങൾ ഞാൻ ചെയ്യിപ്പിക്കും. അങ്ങനെ ഇഷ്ടം പോലെ അവർ കുറ്റങ്ങളൊക്കെ ചെയ്യും. ചെയ്തു കഴിഞ്ഞാൽ, അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അവർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് അതിന്റെ പയ്യൻ അവർ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നു. ആ സമയത്ത് അവർ ചെയ്യുന്ന ദോഷങ്ങളെല്ലാം അല്ലാഹു മായ്ച്ചു കളയുന്നു. ഇവരെ കൊണ്ടാണ് വലിയ ശല്യം. ലാനത്താകപ്പെട്ട ഇബ്ലീസ് പറയുന്നു, അവരെ കൊണ്ടാണ് വലിയ ശല്യം. കാരണം ഞാൻ എന്റെ കാര്യമെല്ലാം ആവുമെന്ന്, എന്റെ ബിസിനസ് ഒക്കെ ശരിയായി എന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ടൊക്കെ ഞാൻ ദോഷം ചെയ്യിപ്പിച്ചു. പക്ഷേ അന്ന് രാത്രി അവർ മജ്ലിസിൽ വന്നിട്ട്, മജ്ലിസുൽ ബദ്രിയിൽ വന്നിട്ട്, അല്ലെങ്കിൽ മഹ്ദറത്തിൽ വന്നിട്ട് അവർ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി. അതുകൊണ്ട് അവരുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തു പോയി. എല്ലാം അല്ലാഹു തആല പരിഹരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇബ്ലീസിനെ പേടിക്കുന്ന സംഗതിയാണ്. ഇസ്തിഗ്ഫാർ ഏറ്റവും ടെൻഷൻ ആക്കുന്നതാണ്. അതാണ് നേരത്തെ ഞങ്ങൾ ഇവിടെ ചൊല്ലിയത്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. എല്ലാവരും അല്ലാഹുവിനെ പേടിക്കുക, തഖ്വ ചെയ്യുക, ഇബാദത്തുകളൊക്കെ നന്നാക്കുക, ദോഷങ്ങളെ തൊട്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും ഞങ്ങൾ വിട്ടുനിൽക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്നതായിരിക്കുന്ന മഹത്തായ
മഹത്തായ മജ്ലിസുൽ ബദ്രിയെ എല്ലാവരും അത് സംബന്ധിക്കണം, എല്ലാവരും അതിൽ ഒരുമിച്ച് കൂടണം. അർഹമുർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ നടത്തുന്ന ഭാരവാഹികൾ സർവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സർവ്വതര മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവേ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. ബദ്രീങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനേ. നേരത്തെ പറഞ്ഞ ഇവിടെ ഒരു ഹാജിയാർ നമ്മുടെ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ ഹാജി, അദ്ദേഹത്തിന്റെ ഇളാമ അല്ലാഹുവേ ആ ഉമ്മക്ക് ജീവിതം പിന്നെ ജീവിക്കൽ ഖൈറാണെങ്കിൽ അല്ലാഹുവേ നീ ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് കൊടുക്കണം അല്ലാഹ്. അതല്ലെങ്കിൽ അല്ലാഹ് കാമിലായ ഈമാനോടുകൂടെ ആ ഉമ്മയെ നീ സലാമത്താക്കണേ റഹ്മാനേ എന്നീ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.